ഇപ്പോഴും ഇന്ത്യയിൽ എന്താ നടക്കുന്നതെന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. സോനം വാങ്ചുക് ആരാന്ന് അറിയാത്ത ഒരുപാട് പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് ഞാൻ ഇപ്പൊ ഈ വീഡിയോ ചെയ്യുന്നത്. സോനം വാങ്ചുക് സാർ ഒരു ഇന്ത്യൻ എഞ്ചിനീയർ ആൻഡ് എഡ്യൂക്കേഷൻ റിഫോമർ ആണ്. അദ്ദേഹം നമ്മളെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എഗെയിൻസ്റ്റ് ആയിട്ട് സമാധാനപരമായിട്ടുള്ള ഹങ്കർ സ്ട്രൈക്ക് നടത്താണ്. ആൻഡ് ഇതിപ്പോ 23ാമത്തെ ദിവസമാണ്. ഇപ്പൊ 3 വർഷമായിട്ട് നമ്മൾ ഇന്ത്യയിൽ നീറ്റ് പേപ്പർ ലീക്കിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് അതിനെ പറ്റി ആരും സംസാരിക്കുന്നില്ല. ഇന്ത്യൻ ഗവൺമെന്റ് ആണെങ്കിൽ ഐ ഡോണ്ട് കെയർ മൈൻഡ് സെറ്റിൽ എടുക്കുവാണ്. ഇപ്പൊ 2026 പേപ്പർ ലീക്കിംഗ് നടന്നു. ആൻഡ് നിങ്ങൾ വിചാരിച്ചു നമ്മളെ ഗവൺമെന്റ് ഇതിന് എഗെയിൻസ്റ്റ് എന്തെങ്കിലും ആക്ഷൻ എടുക്കുന്നു? ഒരിക്കലില്ല. അദ്ദേഹം വാലിഡ് ആയി ഡിമാൻഡ് ചെയ്തത് 3 കാര്യങ്ങൾ മാത്രമാണ്. നമ്മളെ ഗവൺമെന്റ് ഈ പേപ്പർ ലീക്കിങ്ങിന്റെ അക്കൗണ്ടബിലിറ്റി എടുത്തിട്ട് അതിന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള പ്രോപ്പർ ആക്ഷൻ എടുക്കുക. പിന്നെ ഈ പേപ്പർ ലീക്കിങ്ങിന്റെ ഭാഗമായിട്ട് നീറ്റ് പ്രാക്ടീസ് ചെയ്യുന്ന 21 സ്റ്റുഡൻസ് ആണ് സൂയിസൈഡ് ചെയ്തത്. അപ്പൊ ഈ സൂയിസൈഡ് ചെയ്ത സ്റ്റുഡൻസിന്റെ വീട്ടിലേക്ക് 1 crore വീതം കോമ്പൻസേഷൻ കൊടുക്കുക. അതുപോലെ നമ്മളെ യൂണിയൻ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ആയിട്ടുള്ള ധർമ്മേന്ദ്ര പ്രധാനോട് രാജിവെക്കാനും ആവശ്യപ്പെടുന്നുണ്ട്. ഇത് നമ്മളെ ഇന്ത്യൻ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിന്റെ എക്സാമിനേഷൻ സിസ്റ്റത്തിനും പറ്റിയൊരു പ്രോപ്പർ ഫെയിലിയർ ആണ്. ആൻഡ് അതുകൊണ്ടാണ് ഇദ്ദേഹം ധർമ്മേന്ദ്ര പ്രധാനോട് പൊളിറ്റിക്കൽ ആൻഡ് മോറൽ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തിട്ട് രാജിവെക്കാൻ പറയുന്നത്. പിന്നെ നമ്മളെ നീറ്റ് ട്രാൻസ്ഫർ സെക്യൂർ ആൻഡ് ഫെയർ ആക്കി വെക്കുക. ഈ പറയുന്ന സോ കോൾ ജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന ഡെമോക്രാറ്റിക് കൺട്രിക്ക് ഇതൊക്കെ ചെയ്താൽ എന്താ പ്രശ്നം? ആൻഡ് അദ്ദേഹം ഇത്രയും ദിവസം ഹങ്കർ സ്ട്രൈക്ക് നടത്തിയിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും നമുക്ക് കിട്ടിയില്ല. അതുകൊണ്ട് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു, ഇത്രയും ചെയ്തിട്ടും ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് റെസ്പോൺസ് കിട്ടിയിട്ടില്ലെങ്കിൽ 20th നമ്മൾ എന്തായാലും ഡൽഹിയിൽ പ്രൊട്ടസ്റ്റ് നടത്തുന്നു. നമ്മൾ പ്രൊട്ടസ്റ്റ് നടത്തുന്നുണ്ടെങ്കിൽ 12 ദിവസത്തിന് മുന്നേ പറയണം. അത് നമ്മൾ ഓൾറെഡി പറഞ്ഞു വെച്ചതുമാണ്. പക്ഷെ അവരെന്താക്കി, നമുക്ക് പെർമിഷൻ തന്നില്ല. സോ ഒബ്വിയസ്ലി ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോൺസും ഇല്ലെങ്കിൽ നമ്മളെ ജനങ്ങൾ എന്തായാലും പ്രൊട്ടസ്റ്റ് നടത്തും. ആൻഡ് ഒരുപാട് സ്റ്റുഡൻസ് ഇന്ത്യന്റെ പല ഭാഗത്തുനിന്നും വന്നിട്ട് പ്രൊട്ടസ്റ്റ് നടത്തി. ആൻഡ് യു നോ വാട്ട് ഗവൺമെന്റ് ഡിഡ്? അവര് എല്ലാ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ വന്ന ആൾക്കാരെയും ലാത്തി വെച്ച് അടിച്ച് ആൻഡ് അവര് ടിയർ ഗ്യാസ് യൂസ് ചെയ്തിട്ട് ഒരുപാട് പേരെ സഫർ ചെയ്യിപ്പിച്ച്. പണ്ട് ഗാന്ധിജി ഹങ്കർ സ്ട്രൈക്കിന് ഇരുന്ന സമയത്ത് ബ്രിട്ടീഷുകാർ വരെ 21st ഡേയിൽ എന്തേലൊക്കെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൻഡ് പണ്ടത്തെ പോലല്ല ഇപ്പൊ. നമ്മളിപ്പോ ഒരു ഡെമോക്രാറ്റിക് കൺട്രിയാണ്. പക്ഷെ ഇപ്പൊ ഇവിടെ ഡെമോക്രസി അല്ല നടക്കുന്നത്, ഡിക്റ്റേറ്റർഷിപ്പ് ആണ് നടക്കുന്നത്. നിങ്ങൾ റേപ്പ് കേസിലെ പ്രതികളാണോ? എന്നാൽ യു ആർ വെൽക്കം ടു ഇന്ത്യൻ പാർലമെന്റ്. പക്ഷെ ഇന്ത്യയിൽ നടക്കുന്ന റിയൽ ഇഷ്യൂസിനെ പറ്റി സംസാരിക്കുന്ന ഒരാളെ അവർ ഇന്ത്യൻ പാർലമെന്റിലേക്ക് അലോ ചെയ്യുന്നില്ല. നമ്മൾ ഈ ഒരു പ്രൊട്ടസ്റ്റ് നമുക്ക് ജസ്റ്റിസ് കിട്ടുന്നവരെ ചെയ്യണം. എൻഡ് ഓഫ് ദ ഡേ നമ്മുടെ ഡെമോക്രസി തന്നെ ജയിക്കുന്ന ആൾക്കാർക്ക് കാണിച്ചു കൊടുക്കണം. ആൻഡ് ഇതിനെപ്പറ്റി സംസാരിക്കുന്ന ഒരാളാണ് ആന്റി നാഷണലിസ്റ്റ് ആവുക, അല്ലെങ്കിൽ ഇത്രയും ഇൻജസ്റ്റിസ് നമ്മൾ ഇന്ത്യയിൽ നടന്നിട്ടും മിണ്ടാതിരിക്കുന്ന ആൾക്കാരാണോ ആന്റി നാഷണലിസ്റ്റ് ആവാന്ന് നമുക്ക് നോക്കാം.